നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 25ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജ് എമോളിമെൻറ്റ്സ്, അതുപോലെ ക്വാളിഫൈഡ് സർവീസ് സാധാരണഗതിക്ക് കണ്ടുപിടിക്കേണ്ട രീതികളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഈ ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കുക ലാസ്റ്റ് 10 months ആവറേജ് ആണ്. ലാസ്റ്റ് 10 months ബേസിക് പേ ആൻഡ് ഇഫ് എനി അതർ അലവൻസസ് ആർ ദർ വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് പേ, അതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ ആവറേജ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലാസ്റ്റ് 10 months ഒരു പക്ഷേ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഇദ്ദേഹം വാങ്ങിച്ചിരുന്ന ബേസിക് പേയിൽ ഉണ്ട് എന്നിരിക്കെ അത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് വരിക എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ ഓഫീസറുടെ ലാസ്റ്റ് 10 months അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് ബാർ ഉണ്ടായി. ഇൻക്രിമെൻ്റ് ബാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻക്രിമെൻ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇൻക്രിമെൻ്റ് ബാറിങ്, രണ്ട് വിധത്തിൽ ഇൻക്രിമെൻ്റ് ബാറിങ് ഉണ്ടല്ലോ, ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്. എന്താണ് നമ്മുടെ വ്യത്യാസം? നോൺ ക്യുമുലേറ്റീവ് ബാറിങ് മുഖാന്തരമാണ് ഇൻക്രിമെൻ്റ് ബാർ ചെയ്യുന്നതെങ്കിൽ ആ പണിഷ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ അത് കിട്ടും, തുടർന്നുള്ള പീരീഡിൽ കിട്ടും. പണിഷ്മെൻറ്റ് പീരീഡിൽ കിട്ടില്ല, തുടർന്നുള്ള പീരീഡിൽ ആ ഇൻക്രിമെൻ്റ് കിട്ടും, തുടർന്നുള്ള കാലത്തേക്ക് കിട്ടും. അതേസമയം ക്യുമുലേറ്റീവ് ബാറിംഗ് ആണെങ്കിൽ ഇൻക്രിമെൻ്റ് ബാർ ചെയ്ത് കഴിഞ്ഞാൽ ആ പണിഷ്മെൻ്റ് കാലാവധി കഴിഞ്ഞാലും ആ ഇൻക്രിമെൻ്റ് എന്നേക്കുമായി ബാർ ചെയ്തു എന്നാണ് പറയുക. പിന്നെ ആ ഇൻക്രിമെൻ്റ് കിട്ടില്ല. നമ്മൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഇൻക്രിമെൻ്റ് ചാപ്റ്റർ ഒന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശദമായി കിട്ടും. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ഈ ആവറേജ് എമോളിമെൻറ്റ്സ് കാണേണ്ട ലാസ്റ്റ് 10 months ഒരു ഓഫീസറുടെ ലാസ്റ്റ് 10 months നമ്മൾ പരിഗണിച്ചപ്പോൾ അതിൽ കുറച്ചു കാലം അദ്ദേഹം ഒരു പണിഷ്മെൻറ്റിലായിരുന്നു. എന്ത് പണിഷ്മെൻറ്റ്? ഇൻക്രിമെൻ്റ് ബാറിങ്ങിലായിരുന്നു. ഇൻക്രിമെൻ്റ് ബാറിങ്ങിൽ. അപ്പോൾ അങ്ങനെ ഇൻക്രിമെൻ്റ് ബാറിങ്ങിലായ പീരീഡിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബേസിക് പേയിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുക? നമുക്ക് ജസ്റ്റ് ആ ഇൻക്രിമെൻ്റ് ബാറിങ് എന്താണ് എന്ന് നോക്കുക, ഏത് ടൈപ്പാണെന്ന്. നോൺ ക്യുമുലേറ്റീവ് മെത്തേഡിലാണ് ഇൻക്രിമെൻ്റ് ബാർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുമ്പോൾ അങ്ങനെ ഒരു പണിഷ്മെൻറ്റിന് അദ്ദേഹം വിധേയമായിട്ടില്ല എന്ന് പരിഗണിച്ചിട്ട് ഇൻക്രിമെൻ്റ് ബാറിങ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എന്ന് കണക്കാക്കി അത് വെച്ചിട്ട് വേണം ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ. അദ്ദേഹം വാങ്ങിക്കുന്ന ബേസിക് പേ എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻക്രിമെൻറ്റോ 2 ഇൻക്രിമെൻറ്റോ ബാർ ചെയ്തിട്ടുണ്ടാവും. ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുമ്പോൾ അത് പരിഗണിക്കരുത്. കാരണം അത് നോൺ ക്യുമുലേറ്റീവ് ആണ്. ഈ പീരീഡ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അയാളുടെ സർവീസിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, നോൺ ക്യുമുലേറ്റീവ് ബാറിംഗ് എന്ന് പറഞ്ഞാൽ മൈനർ പണിഷ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മൈനർ പണിഷ്മെൻ്റ് പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത പെൻഷനിൽ കുറവ് അനുഭവപ്പെടാൻ പാടില്ല എന്ന ഒരു നിഗമനത്തിലാണ് KSR എത്തിയിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞത്. എപ്പോഴും സർവീസ് ഓഫീസേഴ്സിന് ബെനിവലൻ്റ് ആണ്, മാക്സിമം ബെനിഫിറ്റ് എങ്ങനെയാണോ ആ രീതിക്ക് ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു എക്സാമ്പിളാണിത്. നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന ബേസിക് പേ അല്ല നിങ്ങൾ ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കെടുക്കുക. ഈ ഒരു പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് വിധേയമായിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ എന്താകുമായിരുന്നു? അത് വെച്ചാണ് ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുക. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഓഫീസേഴ്സ് ഇൻക്രിമെൻ്റ് ഈസ് ബാർഡ് വിത്ത് നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റ്. ഇനി അങ്ങനെ അല്ല, വിത്ത് ക്യുമുലേറ്റീവ് എഫക്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര അതൊരു സിവിയർ പണിഷ്മെൻ്റ് ആണ്, ചെറിയ കുറ്റമല്ല, സിവിയർ പണിഷ്മെൻ്റ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിയമം അവിടെ കർശനമായി. എന്താണോ അദ്ദേഹം വാങ്ങിച്ചിരുന്ന ആക്ച്വൽ പേ അത് മാത്രമേ ആവറേജ് എമോളിമെൻറ്റ്സ് എടുക്കുമ്പോൾ പരിഗണിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അത് കാരണം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 10 months 8 മാസത്തെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. 2000 രൂപ വെച്ച് 8 മാസം കിട്ടേണ്ടതാണ്. 8 മാസം 2000 രൂപയുടെ ഇൻക്രിമെൻ്റ് അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്ത് വെച്ചിരിക്കുക. 2000 രൂപ വെച്ച് 16,000 രൂപ 8 മാസത്തേക്ക്. 2000 ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആ 16,000ൻ്റെ 10 1 1600.
ആ 1600 അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻസിൽ കൂടേണ്ടതായിരുന്നു. അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ AE/2 ആവറേജ് എമോളിമെൻസ് ഡിവൈഡ് ബൈ 2, അപ്പോൾ അതിൻ്റെ പകുതി 800 രൂപ അദ്ദേഹത്തിൻ്റെ ഒരു മന്തിലെ പെൻഷൻ നിലയ്ക്ക് നഷ്ടപ്പെടുമായിരുന്നു. അത് ക്യുമുലേറ്റീവ് ആണെങ്കിൽ അത് നഷ്ടപ്പെടും. കാരണം അത് പരിഗണിക്കാൻ എന്താണോ വാങ്ങിച്ചത് അതേ പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം സിവിയർ പണിഷ്മെൻ്റ് ആണത് ക്യുമുലേറ്റീവ് ബാറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ KSR ജീവനക്കാരന് രക്ഷയ്ക്ക് എത്തുന്നില്ല. ആക്ച്വലി എന്താണോ വാങ്ങിച്ചിരുന്നത് അത് തന്നെയാണ് ആവറേജ് എമോളിമെൻസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങളതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഞാൻ ഈ പറഞ്ഞ 2000 രൂപ വെച്ച് നോക്കിക്കോളൂ. 8 മാസത്തെ ഇൻക്രിമെൻ്റാണ് ബാർ ചെയ്തത്. അത് നോൺ ക്യുമുലേറ്റീവിലാണ് ബാർ ചെയ്തെങ്കിൽ അത് ബാർ ചെയ്തതായി കണക്കാക്കില്ല, അവിടെ കൊടുത്തതായി കണക്കാക്കി ആവറേജ് എമോളിമെൻസിൽ ഒരു കുറവും ഉണ്ടാവില്ല. അതേസമയം അത് ക്യുമുലേറ്റീവ് എഫക്റ്റിലാണെങ്കിലോ 8 മാസത്തെ ഇൻക്രിമെൻറ്റ് 2000 രൂപ വെച്ച് ടോട്ടൽ എത്ര വർധനവ് ഉണ്ടാവേണ്ടത്? 16000 രൂപ. അതിൻ്റെ 10-1 1600, അതിൻ്റെ ഹാഫ് 800. ഫുൾ പെൻഷൻ അർഹതയുള്ള ആളാണെങ്കിൽ ഒരു മാസം 800 രൂപ വെച്ച് 800ഉം അതിൻ്റെ DAയും വെച്ച് അദ്ദേഹത്തിൻ്റെ പെൻഷനിൽ കുറവ് വരികയാണ്. ഒരു മാസം എൻ്റെ ലൈഫ് ടൈം ആ ഒരു ലോസ് അവിടെ ഉണ്ടാവുകയാണ്. അതാണ് നോൺ ക്യുമുലേറ്റീവ് മെത്തേഡിലാണ് ഇൻക്രിമെൻ്റ് ബാർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആവറേജ് എമോളിമെൻസ് കണക്കാക്കുക. അത് ഇത്രയേ പറയുള്ളൂ. ക്യുമുലേറ്റീവ് രീതിക്കാണ് ബാർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ എന്താണോ ആക്ച്വലി വാങ്ങിയത് അതേ കണക്കാക്കാൻ പാടുള്ളൂ. അത് നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് നടന്നിട്ടില്ലാത്ത പോലെ ആക്ച്വലി എന്താകുമായിരുന്നു വാങ്ങേണ്ടിയിരുന്നത് അത് വെച്ച് ആവറേജ് എമോളിമെൻസ് കണക്കാക്കും. പെൻഷനറി ബെനിഫിറ്റിൽ യാതൊരു മാറ്റങ്ങളും അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടാവില്ല. അതാണ് ഒരു ഘട്ടം. ഏത് ഈ ലാസ്റ്റ് 10 മന്ത്സിൻ്റെ ആവറേജ് എമോളിമെൻസ് കാണുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾപ്പെട്ട ഒന്നാണത്. ഏത് സസ്പെൻഷൻ ഉണ്ടാകുക ഈ ഇൻക്രിമെൻ്റ് ബാർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ? ഇനി സസ്പെൻഷൻ ആവാൻ ചിലപ്പോൾ ലാസ്റ്റ് 10 മന്ത്സിൽ കുറച്ചു കാലം അദ്ദേഹം സസ്പെൻഷനായിരുന്നു. സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ സസ്പെൻഷൻ പീരിയഡ് കഴിഞ്ഞ് അദ്ദേഹത്തെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ആ തിരികെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഈ സസ്പെൻഷൻ കാലം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ആശ്രയിച്ചാണ് അവിടെ ആവറേജ് എമോളിമെൻസിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് നോക്കാം. ലാസ്റ്റ് 10 മന്ത്സിൽ ഫസ്റ്റ് 4 മന്ത്സ് അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. ഇപ്പം ഈ 30/6/2026 റിട്ടയർ ചെയ്യാൻ പോകുന്ന ആള് 1/1/25 മുതൽ സസ്പെൻഷനിലായിരുന്നു. ആ സസ്പെൻഷൻ പിൻവലിച്ചത് 31/12/25 31/12/25 ആ സസ്പെൻഷൻ പിൻവലിച്ചത്. അപ്പോൾ ലാസ്റ്റ് 10 മന്ത്സിൽ 4 മന്ത്സും അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. പക്ഷേ 4 മന്ത്സ് സസ്പെൻഷനിലായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ആവറേജ് എമോളിമെൻസിൽ വ്യത്യാസം വന്നോളുന്നില്ല. നമ്മൾ എന്ത് നോക്കണം? തിരികെ എടുത്തപ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ ആ ഉത്തരവിൽ ഈ സസ്പെൻഷൻ കാലയളവിനെ കുറിച്ച് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കണം. അത് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ്. ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില ശിക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റിൽ ഒരു റിഡക്ഷൻ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൽ റിഡക്ഷൻ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഡ്യൂറേഷൻ ഓഫ് സസ്പെൻഷൻ ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. ആ ഒറ്റ വാക്ക് കിട്ടിയാൽ മതി നമുക്ക്. ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ പേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊന്നും ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുമ്പോൾ നമ്മൾ അതൊന്നും പരിഗണിക്കരുത്. ഡ്യൂട്ടി ആയിട്ടാണോ പരിഗണിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ബേസിക് പേ വാങ്ങിക്കുമായിരുന്നോ അത് വാങ്ങിച്ചതായി കണക്കാക്കി അതിനെ ബേസ് ചെയ്തിട്ട് വേണം ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കാൻ. അതായത് സസ്പെൻഷൻ പീരിയഡ് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് എമോളിമെൻറ്റ്സിൽ ഒരു കുറവും വരില്ല. ഈവൻ ദോ
ആ പീരീഡിൽ മറ്റെന്തെങ്കിലും പേ റിഡക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ പേയിൽ ഏർപ്പെടുത്തിയ റിഡക്ഷൻസ് ഒന്നും ആവറേജ് എമോളിമെൻസിൽ ബാധിക്കില്ല. കാരണം ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ എന്ത് എമൗണ്ട് കിട്ടുമായിരുന്നോ അത് അദ്ദേഹത്തിൻ്റെ പേ ലഭിച്ചതായി കണക്കാക്കി അതിനെ ബേസ് ചെയ്തിട്ട് ആവറേജ് എമോളിമെൻസ് കണ്ടുപിടിക്കണം. ഇനി സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ എടുത്തപ്പോൾ ആ സസ്പെൻഷൻ പീരിയഡ് ഷാൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ എനി പെൻഷനറി ഓർ ഫാമിലി പെൻഷൻ മാറ്റേഴ്സ്. പെൻഷൻ ഒരു ക്വാളിഫൈങ് സർവീസായിട്ട് തന്നെ കൗണ്ട് ചെയ്യരുത്, സർവീസായിട്ട് തന്നെ കൗണ്ട് ചെയ്യരുത്, നോൺ ക്വാളിഫൈങ് സർവീസായി പരിഗണിക്കണം എന്ന് ഉത്തരവിലുണ്ടെങ്കിൽ അത് ലോസ് ഓഫ് പേ പീരിയഡായി പരിഗണിച്ചു. അത് നോൺ ക്വാളിഫൈങ് സർവീസ് ബെനിഫിറ്റ്സിന് നോൺ ക്വാളിഫൈങ് സർവീസ് ആയിട്ടാണ് പരിഗണിച്ചത്. സർവീസിൽ തിരിച്ചെടുത്തു, പക്ഷേ സസ്പെൻഷൻ പീരിയഡ് നോൺ ക്വാളിഫൈങ് സർവീസായി പരിഗണിക്കണം, ട്രീറ്റ് ചെയ്യണം. അത് പെൻഷൻ കൗണ്ട് ചെയ്യാനോ ഫാമിലി പെൻഷൻ കൗണ്ട് ചെയ്യാനോ DCRG കൗണ്ട് ചെയ്യാനോ ഒരു സർവീസ് ബെനിഫിറ്റ്സിനും ആ പീരിയഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഉത്തരവിൽ എന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 മാസത്തിൽ 4 മാസം അങ്ങനെ പോയില്ലേ? ഈ ലാസ്റ്റ് ഇയാളിപ്പോൾ 1/9/25 തൊട്ട് 31/12/25 വരെയുള്ള കാലഘട്ടം സസ്പെൻഷനിലായിരുന്നു. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. 1/1/25 തൊട്ട് 31/12/25 വരെയുള്ള കാലഘട്ടം അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. ആ കാലഘട്ടത്തിൽ 1/9/25 തൊട്ട് 31/12/25 വരെയുള്ള കാലഘട്ടം പെൻഷനെ സംബന്ധിച്ചോളം വളരെ കൃത്യതയുള്ളതാണ്. അത് ആ കാലഘട്ടം ലാസ്റ്റ് 10 months വരുന്നതാണ്. അത് അത്യാവശ്യമാണ് നമുക്ക്. ആ കാലഘട്ടമാണ് നോൺ ക്വാളിഫൈങ് സർവീസ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബാക്കി എത്ര മാസമേ ഉള്ളൂ? ലാസ്റ്റ് 10 months ബാക്കി 6 മാസമേ ഉള്ളൂ. 6 മാസത്തെ ആവറേജ് എമൗണ്ട്സ് കണ്ടാൽ മതിയോ? പോരാ, 10 months തന്നെ വേണം. അപ്പം എന്താ ചെയ്യുക? ഈ 6 മാസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി കൂടെ നമ്മൾ പുറകിലേക്ക് നടക്കുക തന്നെ. എന്നാണോ റിമൈനിങ് നമ്പർ ഓഫ് പീരിയഡ് മന്ത്സ് പറയാം, റിമൈനിങ് പീരിയഡ് അത് ഇവിടെ കംപ്ലീറ്റഡ് മന്ത്സ് ആണ്, ചിലപ്പോൾ കംപ്ലീറ്റഡ് മന്ത്സ് ആയിക്കോളുന്നില്ല, ഡേയ്സ് ഒക്കെ വരാം, അതവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി എത്ര വേണം? അവസാനത്തെ 10 months ബാക്കി എത്ര വേണം? ആ ആവശ്യമുള്ള സർവീസ് ക്വാളിഫൈങ് സർവീസ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് സർവീസിൽ എന്നാണോ കാണുന്നത് അന്ന് വരെ നമ്മൾ പുറകിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ 1/1/25 തൊട്ട് ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. എന്നുവരെ 31/12/25 വരെ. 30/6/26 അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ 1/1/26 തൊട്ട് 30/6/26 വരെയുള്ള 6 മാസം കഴിഞ്ഞാൽ കഴിച്ച് ബാക്കി 4 മാസം 2025 ആ 4 മാസം എടുക്കാണ്ടാവുമോ? ഇല്ല. കാരണം ആ വർഷം മുഴുവൻ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. ആ പീരീഡ് മുഴുവൻ എന്താക്കി മാറ്റാൻ പറഞ്ഞു? നോൺ ക്വാളിഫൈങ് സർവീസ് ആക്കി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ആ വർഷത്തിലില്ല. അപ്പം ഇനി 24ലേക്ക് പോവുക. 24 വേണം എന്ത് ചെയ്യാൻ? അദ്ദേഹത്തിൻ്റെ ബാക്കി ക്വാളിഫൈങ് സർവീസ് എടുക്കാൻ. അതായത് 1/9/24 ടു 31/12/24 പ്ലസ് 1/1/26 ടു 30/6/26. അതാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് 10 months. അപ്പം എന്താ അദ്ദേഹത്തിന് നഷ്ടം വരിക? 1/9/25 വാങ്ങിക്കുന്ന ബേസിക് പേ ആയിരുന്നോ 1/9/24 വാങ്ങിച്ചിരുന്നത്? ഒരു ഇൻക്രിമെന്റ് സ്റ്റേജ് കുറവായിരിക്കില്ലേ വാങ്ങണ്ടാവുക? ഒരു വർഷം പുറകിലേക്കല്ലേ എടുക്കേണ്ടി വരുന്നത്? അപ്പോൾ ആ 4 മാസത്തെ ബേസിക് പേ എടുക്കുമ്പോൾ ഒരു ഇൻക്രിമെന്റ് കുറവേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഇൻക്രിമെന്റ് കുറവ് ആക്ച്വലി സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ 1/9/25 62,000 വാങ്ങിക്കുന്നയാള് അത് നോൺ ക്വാളിഫൈങ് സർവീസ് ആവുകൊണ്ട്
1/9/24 വന്നപ്പോൾ 62,000 അല്ല വാങ്ങിക്കുന്നുണ്ടാവുക, 60,000 വാങ്ങിക്കുന്നുണ്ടാവുള്ളൂ. 2,000 ആണ് ഇൻക്രിമെന്റ് എന്നുണ്ടെങ്കിൽ അവിടെ 60,000 വാങ്ങിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ 60,000 × 4, ഇദ്ദേഹം സസ്പെൻഷൻ അല്ലായിരുന്നെങ്കിൽ 62,000 × 4 വെച്ച് ചെയ്യേണ്ടതിന് പകരം ഇവിടെ 60,000 × 4 ആണ്. 2,000 വെച്ച് 4 മാസം നഷ്ടം. അപ്പോൾ 2,000 വെച്ച് 4 മാസം നഷ്ടം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് 8,000. 8,000ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 800. 8,000ന്റെ 10 എന്ന് പറഞ്ഞാൽ 800. 800ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 400. ആവറേജ് എമോളിമെന്റ്സിൽ എത്ര കുറഞ്ഞു? 400 രൂപ കുറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ എൻറ്റയർ, നിങ്ങൾ ആ പെൻഷൻ കണക്ക് കൂട്ടുമ്പോൾ എൻറ്റയർ മന്ത്ലി പെൻഷനിൽ ആ കുറവ് വരും അല്ലേ? 8,000 രൂപയാണല്ലോ ആ 4 മാസം കൊണ്ട് നഷ്ടം വരുന്നത്. അപ്പോൾ 8,000ന്റെ 10 പറഞ്ഞാൽ 800 ആണല്ലോ. ആവറേജ് എമൗണ്ട്സിന്റെ കൂടെ 800 അല്ലേ കൂടുള്ളൂ. ആ 800ന്റെ പകുതി 400. ആ 400 രൂപ അദ്ദേഹത്തിന്റെ AE/2 കുറവ് വരികയാണ്. അതായത് മന്ത്ലി പെൻഷൻ, ഫുൾ പെൻഷൻ AE/2 എത്രയാണോ അത് ഫുള്ളായിട്ട് പെൻഷനായിട്ട് ലഭിക്കുമെങ്കിൽ ഈ 400 രൂപ കുറയും ഒരു മാസത്തെ പെൻഷനിൽ. എപ്പോ 1/9/25 എടുക്കേണ്ട 62,000 പകരം അത് നോൺ ക്വാളിഫൈങ് സർവീസ് ആയപ്പോൾ 1/9/24 തൊട്ടുള്ള 4 മാസങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ 62,000 പകരം 60,000 വെച്ച് കണക്ക് കൂട്ടേണ്ടി വന്നപ്പോൾ AE/2 വന്ന വ്യത്യാസം എന്താണ്? 400 രൂപയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഫുൾ പെൻഷനിൽ വന്ന വ്യത്യാസം എന്താണ്? 400 രൂപയാണ്. ഫുൾ പെൻഷൻ എലിജിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പെർ മന്ത് 400 രൂപ നഷ്ടം വരും. അപ്പൊ ഇതാണ് ലാസ്റ്റ് 10 മന്ത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. 1 മാസത്തെയോ 2 മാസത്തെയോ എല്ലാം നഷ്ടം വരാൻ പോകും. തുടർന്നുള്ള എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം അദ്ദേഹത്തിന്റെ പെൻഷൻ. അത് കഴിഞ്ഞ് ഫാമിലി പെൻഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലത്തേക്കുള്ള ഫാമിലി പെൻഷൻ ഒക്കെ മന്ത്ലി ഇതിന് ആനുപാതികമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് 10 മന്ത്സ് ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 മാസം എന്നുള്ളത് ആവറേജ് എമോളിമെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് ആണെങ്കിൽ എങ്ങനെ പരിഗണിക്കണം, സസ്പെൻഷനിലാണെങ്കിൽ എങ്ങനെ പരിഗണിക്കണം, എങ്ങനെയായാലും ലാസ്റ്റ് 10 മന്ത്സ് വേണം. ലാസ്റ്റ് 10 മന്ത്സിൽ കുറച്ച് മാസങ്ങൾ നോൺ ക്വാളിഫൈങ് സർവീസ് ആണെങ്കിൽ ക്വാളിഫൈങ് സർവീസ് എപ്പോഴാണോ ഉള്ളത് അതുവരെ സർവീസ് ഹിസ്റ്ററി കൂടെ നമ്മൾ പുറകിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. എവിടെ വെച്ചാണ് റിമൈനിങ് പീരിയഡ്, ഈ 10 മാസം തേക്കാൻ റിമൈനിങ് പീരിയഡ് ഇയാളുടെ സർവീസിൽ പുറകിലേക്ക് എവിടെ പോയാണോ കിട്ടുക അവിടെ പോയി എടുത്തു കൊണ്ടുവരണം. അങ്ങനെ ലാസ്റ്റ് 10 മന്ത്സ് തയ്ക്കണം. ഇനി ഇങ്ങനെ നമ്മൾ 2 ഫ്രാക്ഷൻ ആയിട്ടാണ് ലാസ്റ്റ് 10 മന്ത്സ് കിട്ടുന്നതെങ്കിൽ ആ ഫ്രാക്ഷനുകൾ എപ്പോഴും കംപ്ലീറ്റഡ് മന്ത്സിന്റെ രൂപത്തിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. കംപ്ലീറ്റഡ് മന്ത്സ് രൂപത്തിൽ കിട്ടിക്കൊള്ളണം. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി 6 കംപ്ലീറ്റഡ് മാസവും 4 മറ്റേ മാസങ്ങളും കുറവുള്ള മാസങ്ങളും അങ്ങനെ എടുത്തതല്ലേ. ഇങ്ങനെ അല്ലെങ്കിലോ ഇയാളുടെ നോൺ ക്വാളിഫൈഡ് സർവീസ് വരുന്നത് ഒരു ഭാഗത്ത് റിട്ടയർമെന്റിന്റെ ആ സമയത്ത് ഉള്ള ക്വാളിഫൈങ് സർവീസ് നോക്കുമ്പോൾ അത് 5 മാസവും 12 ദിവസവും ഉള്ളൂ. 5 മാസവും 12 ദിവസവും. ബാക്കി എത്ര വേണം? 5 മാസവും 12 ദിവസമാണെങ്കിൽ മറുഭാഗത്ത് 4 മാസവും 18 ദിവസവും വേണം. 4 മാസവും 18 ദിവസവും വേണം. എന്നാലേ 10 മാസം റെഡിയാവുള്ളൂ. ഇവിടെ നമുക്ക് 5 മാസവും 12 ദിവസമേ ഉള്ളൂ. ബാക്കി സമയം അതിന് പുറകിലേക്കുള്ള സമയം സസ്പെൻഷനിലായിരുന്നു വിചാരിക്കുക. സസ്പെൻഷൻ പിൻവലിച്ച് സർവീസ് കയറിയതിനു ശേഷം റിട്ടയർമെന്റ് ഡേറ്റ് വരെയുള്ള നമ്പർ ഓഫ് പീരീഡ് നോക്കിയപ്പോൾ 5 മാസവും 12 ദിവസമേ ഉള്ളൂ. 10 മാസം നയിക്കാൻ ഇത്ര വേണം. 4 മാസവും 18 ദിവസവും വേണം. അപ്പൊ ഈ 4 മാസവും 18 ദിവസവും എന്നാണോ ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ ക്വാളിഫൈഡ് സർവീസ് ഉള്ളത് അതുവരെ പോകണം. ഓക്കെ, അതുവരെ പോയി എടുത്തു. പക്ഷേ ഈ സാലറി ബേസിക് പേ കണക്കാക്കുമ്പോൾ ഒരു മാസം 12 ദിവസവും വേറൊരു മാസത്തിന് 18 ദിവസവും 2 വ്യത്യസ്ത മാസങ്ങളായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഒരു മാസം ചിലപ്പോൾ 31 ദിവസമുള്ളതായിരിക്കും, മറ്റേ മാസം 30 ദിവസമുള്ളതായിരിക്കും. അല്ലെങ്കിൽ 29 ഫെബ്രുവരി ആണെങ്കിൽ ലീപ് ഇയർ ആണെങ്കിൽ 29, അല്ലെങ്കിൽ 28 ദിവസമാവാം, 29 ദിവസമാവാം, 30 ആവാം, 31 ആവാം.
ഈ ബാക്കി വരുന്ന ഫ്രാക്ഷൻ നമ്പർ ഓഫ് ഡേയ്സ്. സാധാരണ നിലയ്ക്ക് 12 ദിവസം സാലറി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ 18 ദിവസത്തെ ബേസിക് പേ കണ്ടുപിടിക്കാൻ സാധാരണ നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യുക? ബേസിക് പേ ഡിവൈഡ് ബൈ ആ മന്തിലെ ടോട്ടൽ എത്ര ദിവസങ്ങളുണ്ടോ അത് ഇൻറ്റു 12. ഇപ്പോൾ 12 ദിവസത്തെ ബേസിക് പേ, 12 ദിവസത്തേക്കുള്ള ബേസിക് പേ കണ്ടുപിടിക്കണം. ഈ പെൻഷൻ്റെ കണക്കിലല്ല, നോർമൽ മറ്റ് ഏതെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, സറണ്ടർ ചെയ്യേ, ലോസ് ഓഫ് പേ ലീവ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് 12 ദിവസത്തെ പേ കണ്ടുപിടിക്കണമെങ്കിൽ അത് ജനുവരി മാസമാണെങ്കിൽ പേ ഡിവൈഡ് ബൈ 31 ഇൻറ്റു 12 ആണ്. അതേസമയം ഫെബ്രുവരി ആണെങ്കിൽ പേ ഡിവൈഡ് ബൈ 28, ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഇൻറ്റു 12 ആണ്. ഏപ്രിൽ ആണെങ്കിൽ പേ ഡിവൈഡ് ബൈ 30 ഇൻറ്റു 12 ആണ്. അതായത് ആ മന്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്താണോ പേ എന്നുള്ള ആ എമൗണ്ടിനെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇൻറ്റു എത്ര ദിവസം കണ്ടുപിടിക്കണം അത് നമ്മൾ ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് കണ്ടുപിടിക്കുക. നോർമലി ഇവിടെ അങ്ങനെയല്ല. നമ്പർ ഓഫ് ഡേയ്സ് എന്ത് തന്നെയാണെങ്കിലും മന്തിലെ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് തന്നെയാണെങ്കിലും ആവറേജ് എമോളിമെന്റ്സ് കണക്കാക്കുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രാക്ഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബേസിക് പേ ഡിവൈഡ് ബൈ 30, ബേസിക് പേ ഡിവൈഡ് ബൈ 30 ഇൻറ്റു 12. അപ്പുറത്തെ 18 ദിവസം, ആ 18 ദിവസം ആ മാസത്തെ ബേസിക് പേ എന്താണോ അത് ഡിവൈഡ് ബൈ 30. അവിടെയും 30, ഇവിടെയും 30. ചിലപ്പോൾ ആ മാസം 28 ദിവസമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 31 ഉണ്ടാവും, അല്ലെങ്കിൽ 29 ഉണ്ടാവുള്ളൂ. അതൊന്നും നമ്മൾ നോക്കില്ല. ഈ ഫ്രാക്ഷൻ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ മന്തിലെ ബേസിക് പേ എന്താണോ അത് ഡിവൈഡ് ബൈ 30. ഇപ്പുറവും അതെ, അപ്പുറവും അതെ. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് 10 മന്ത്സിൻ്റെ ടോട്ടൽ എമോളിമെന്റ്സ് കണ്ടുപിടിക്കുക. അതിനെയാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്തിനാണ് ഈ രണ്ട് ഭാഗത്തും ഡിവൈഡ് ബൈ 30 എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ KSR എന്നുള്ള നിലയ്ക്ക് അത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, അത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്വയമേ നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ടോട്ടൽ ബേസിക് പേ നമുക്ക് 60,000 ആണ് എന്ന് വിചാരിക്കുക. 60,000 ഇത് 2 മാസങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ 60,000 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 15 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 31 ഇൻറ്റു 15. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ നമുക്ക് 60,000 അല്ല കിട്ടുക, വ്യത്യാസം വരും. ബേസിക് പേയിൽ വ്യത്യാസം വരും. നോക്കിക്കോളൂ, ചെയ്തു നോക്കിക്കോളൂ. നേരെ മറിച്ച് 60,000 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 15 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 15 രണ്ടും കൂടി ചേർത്താൽ നമുക്ക് 60,000 തന്നെ കിട്ടുക, പ്രശ്നമില്ല. അതേസമയം വ്യത്യസ്ത മാസങ്ങളിൽ വെച്ച് നമ്മൾ ആ മാസത്തെ കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 60,000 കൂടുതൽ വരും, ചിലപ്പോൾ കുറവ് വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് എൻഡിലാണെങ്കിലും ഫ്രാക്ഷൻ വരുന്നുണ്ടോ അത് ഡിവൈഡ് ബൈ 30 പാടുള്ളൂ, രണ്ട് എൻഡിലും. അങ്ങനെയാണ് ആവറേജ് എമോളിമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആവറേജ് എമോളിമെന്റ്സ് കണ്ടുപിടിക്കുന്നതിൽ വരുന്ന വിഘ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും. ഇങ്ങനെയാണ് ആവറേജ് എമോളിമെന്റ്സ്. ഇനി ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഏതിനും വരും? ഈ പറയുന്ന ക്വാളിഫൈങ് സർവീസിനും വരും. ക്വാളിഫൈങ് സർവീസിന് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഇത് ഇത്രയും മതി. താങ്ക് യു.